ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പിള്ളേരുടെ ആനുവൽ ഡേ ആണ്. അപ്പോൾ ആനുവൽ ഡേക്ക് നമ്മൾ പോകുന്ന ഒരു വ്ളോഗാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ സാറയ്ക്ക് ഇന്ന് ഡാൻസ് ഉണ്ട്, പ്രയർ ഡാൻസ് അല്ലേ സാറ? സാറേനെ ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് സാറയുടെ ഡ്രസ്സ് അല്ലേ, ഒരു ലൈറ്റ് പീച്ച് കളറ്, വളയും മാലയൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് കുറച്ച് മേക്കപ്പും കൂടെ ഉണ്ട് അല്ലേ സാറ? ഗസ് ചെയ്യാൻ പറ്റൂല. ഒരു ക്ലൂ തരാം. പറഞ്ഞോ. ഐ വെച്ചിട്ട് തുടങ്ങും. ഏത് സിനിമയില്? ഓക്കെ, ഏത് പാട്ടാന്ന് പറഞ്ഞ? ഐ വെച്ചിട്ട് തുടങ്ങും. പക്ഷെ ഏത് സിനിമയിലാന്ന് പറയണം. അത് ഭയങ്കര സിനിമയാണ്. സാറക്കറിയോ സാറാ ജോയുടെ പാട്ടാ? എന്നെ വെച്ചിട്ട് തുടങ്ങും. ഓക്കെ, ജോയുടെ കോസ്റ്റ്യൂം ഇതാണോ? ഇതല്ലല്ലോ. നിന്റെ കോസ്റ്റ്യൂം ഇതാണോ? എന്താണ് ഡ്രസ്സ്? ഏതാ? അവിടെ ചെന്നിട്ട് മാറുമല്ലേ? ഇപ്പൊ യൂണിഫോം. ഞങ്ങളിപ്പം ഉച്ചയ്ക്ക് നമ്മൾ പോകും ഇവരെ കൊണ്ടുവിടാനായിട്ട്. നാടൻ പാട്ടാ അല്ലേ? നാടൻ പാട്ടാ. അന്നയുടെ ഇന്നലെയായിരുന്നു. അപ്പൊ അന്നയുടെ ഇന്നലത്തെ കഴിഞ്ഞു. 2 ദിവസമായിട്ടായിരുന്നു അല്ലേ ആനുവൽ ഡേ? ഇപ്പോൾ ഇവരെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്കൂളിൽ കൊണ്ടുവിടും. എന്നിട്ട് ഈവനിങ് ആണ്, ഒരു 3:30 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വരുന്ന സാറയുടെയാണ് അല്ലേ സാറ? അത് കഴിഞ്ഞിട്ട് ജോ ഓക്കെ ആവും. ഓക്കെ, ഇവിടെ കാണത്തില്ല സാറ, കറങ്ങിയാലും കറങ്ങിക്കോ. സാറ സ്റ്റെപ്പൊക്കെ ഓർക്കുന്നുണ്ടോ? സാറ സ്റ്റെപ്പൊക്കെ ഓർക്കുന്നുണ്ടോ? അത് മറന്നുപോയോ? ഓക്കെ. അതെ, അന്നയുടെ പ്രോഗ്രാം ഇന്നലെ കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് വെറുതെ നോൺ പാർട്ടിസിപ്പൻ്റ് ആയിട്ട് പോവുക അല്ലേ അന്ന? അതുകൊണ്ട് യൂണിഫോം ഒക്കെ ഇട്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. യൂണിഫോം ഇടാതെയും പോകാമെന്ന് എനിക്ക് തോന്നുന്നു അല്ല? ഇല്ലല്ലേ? ജോ മുണ്ട് വെച്ചിട്ടാ, മുണ്ടാണെങ്കിൽ അവിടെ ഇവിടെ വരെ ഉണ്ട്. പറഞ്ഞു അന്ന ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ആനുവൽ ഡേ? എങ്ങനെയുണ്ടായിരുന്നു അല്ല? അടിപൊളിയായിരുന്നു. അന്നയുടെ കാണാമായിരുന്നു. അന്നയുടെ പാട്ടില്ലാണ്ട് വേണമെങ്കിൽ ഞാൻ കുറച്ച് പോർഷൻ ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യും അല്ലേ? പാട്ട് വെച്ചാൽ കോപ്പിറൈറ്റ്. കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനം ഞാൻ തരും. അന്നെ കാണാം, ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. എന്നെ കാണാം. ഇന്നലെ തന്നെ. നിനക്കല്ല, അത് നിനക്കറിയായിരുന്നു. അവിടെ അവർക്ക് അന്നെ കണ്ടുപിടിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനം. അന്നെ കാണാം. അപ്പോൾ ഇതാണ് അന്നമോളുടെ ഡാൻസ് കേട്ടോ. അന്നമോള് ആയിരുന്നു ഫ്രണ്ടിൽ. ഈ കാണുന്നതാണ് അന്നമോള്. ഇപ്പം പാട്ടിന് നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുന്നതുകൊണ്ട് ഞാനിപ്പോൾ പാട്ടിടുന്നില്ല. എല്ലാം തന്നെ ഫിലിം സോങ്സ് ആയിരുന്നു. അപ്പോൾ അന്നമോളുടെ തലേദിവസമായിരുന്നു നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസമായിരുന്നു സാറയ്ക്കും ജോയ്ക്കും ഉണ്ടായിരുന്നത്. അപ്പം സാറ പ്രയർ ഡാൻസിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ പിള്ളേരും കൂടെ ചേർന്ന്, UKGയിലുള്ള പിള്ളേരെല്ലാവരും കൂടെ ചേർന്നായിരുന്നു ഈ പ്രയർ ഡാൻസ് ഉണ്ടായിരുന്നത്. കയ്യിൽ നമുക്ക് ആ ഒരു ലാമ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇംഗ്ലീഷ് സോങ് ആയിരുന്നു പ്രയർ ഡാൻസിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാറേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. സാറ അത് അങ്ങേയറ്റത്തിരിക്കുന്നതാണ് സാറ.
അപ്പോൾ ഒരുപാട് പിള്ളേരുടെ ഡാൻസും സ്കിറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നതിൻ്റെ അവർക്ക് ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. ഇതിൽ ആനുവൽ ഡേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുറേ പിള്ളേരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്ക് ആ ഒരു സ്റ്റേജ് ഫിയറൊക്കെ ഒന്ന് മാറാനൊക്കെ ആയിട്ടും ഒക്കെ നല്ലത്. വൺസ് ആനുവൽ ഡേ എന്ന് പറഞ്ഞാൽ വർഷത്തിലൊരിക്കലല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിലെങ്കിലും അവർ സ്റ്റേജിൽ കയറുമ്പോഴത്തേനും അവർക്ക് ആ ഒരു സ്റ്റേജ് ഫിയറൊക്കെ മാറാനായിട്ട് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ജോഹാൻ്റെ ഡാൻസ്. ജോഹാൻ അതിനകത്ത് മുണ്ടൊക്കെ എടുത്ത് വന്നിരിക്കുന്നതാണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ജോഹാൻ്റെ ക്ലോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് കാണിക്കാം. ഇതൊരു നാടൻ പാട്ടായിരുന്നു. നാടൻ പാട്ട് വെച്ച് അവരുടെ ക്ലാസ്സിലുള്ള ബോയ്സും ഗേൾസും മിക്സ് ആയിട്ടാണ് ഈ ഒരു ഡാൻസ് വരുന്നത്. അപ്പം ആദ്യത്തെ സെക്ഷനിൽ ഗേൾസ് വന്ന് ഒരു സെറ്റ് കളിച്ചു, പിന്നെ അതിന് ശേഷം ബോയ്സ്, പിന്നെ ലാസ്റ്റ് എല്ലാവരും കൂടെ ഒന്നിച്ച്. ഇതും നല്ലതാണ്. ഇതെനിക്ക് തോന്നുന്നു ഇവരുടെ അതായത് വലിയ ചേച്ചിമാർ 8ലും 9ലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ് വന്ന് ഇവരെ സ്റ്റെപ്പൊക്കെ ഇട്ട് പഠിപ്പിക്കുന്നത്. അപ്പം ഈ ഡാൻസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞ് കുറേ ദിവസം, എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമൊക്കെ ക്ലാസ്സിൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ എല്ലാവരെയും ഒരേപോലെ രീതിയിൽ സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കേക്കൊന്നും എടുക്കട്ടെ. ഇത് ജോഹാൻ്റെ കേക്കാണ്. എത്ര വയസ്സായിടാ? സ്പെല്ലിംഗ് ഒക്കെ ശരിയാണല്ലോ. ഇത് ആരുടെ ബർത്ത്ഡേ സാറാ? സാറയാണല്ലോ നിൽക്കുന്ന മുമ്പില് കേക്ക് മുറിക്കാൻ. ആർക്ക്? നിനക്ക് 6 വയസ്സായില്ലല്ലോ, 5 ആയതല്ലേ ഉള്ളൂ. ആ, എന്തി അന്ന വന്നില്ലല്ലേ? ഇവരെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതല്ല, ഞങ്ങൾ അന്നയ്ക്ക് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. ഇതാ അന്ന വന്നു. അതെ അതെ, സമയത്തിന് വേണ്ടിയാണ്. ജോ എന്തിനാ ഇത്ര കസേരയുടെ പൊക്കത്ത് വയ്ക്കുന്നത്? 14, ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ. ആ അല്ല, ഒരു ദിവസം 4. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജോഹാൻ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ക്രീമല്ല, കേക്ക് എടുത്ത് കൊടുക്ക. സാറാ ജോക്കുട്ടിന് ഒരെണ്ണം കൊടുക്കും. സാറാ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറ. അമ്മച്ചി കൊടുത്തോ? ഞാൻ ലാസ്റ്റ് കൊടുത്തോളൂ. ജോ എല്ലാവർക്കും കൊടുക്കടാ. തെങ്ങിന്റെ പൊക്കത്ത് വെക്കുന്ന പോലെ. സാറാ, നിന്റെ ബർത്ത്ഡേ കേക്ക് എന്ത് ചെയ്തത്? സ്ട്രോബെറി കേക്ക്. സാറയുടെ ബർത്ത്ഡേ മെയ് മാസത്തിലാണ്. ജോയും സാറയും 1 മാസം, ലൂക്കയും ജോയും അന്നെ 1 മാസം, ലൂക്കയും സാറയും 1 മാസം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ജോ. ഹാപ്പി ബർത്ത്ഡേ ജോ. ആരെങ്കിലും ചോദിച്ചോ? അതെ, ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ജോക്കുട്ടിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. വരും, വന്നിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം അന്നയുടെ കേക്ക് ഏത് വഴി പോയെന്ന് പോലും അറിയത്തില്ല. ആര്? ഓ നോ നോ നോ, ഞാൻ കഴിച്ചില്ല. അന്ന ഞാൻ കഴിച്ചില്ല. ഞാൻ ഇന്നലെ പാത്രം കഴുകി വെച്ചത്.
അതെ ഞാൻ കേക്ക് തൊട്ടിട്ടില്ല എന്നാ നീ എനിക്കറിയത്തില്ല എന്റെ കേക്ക് അന്നേരം കഴിച്ചില്ലായിരുന്നോ? ഇന്നലെ ഒരു കഷ്ണം കഴിച്ചു. അതുകൊണ്ട് ഈ കേക്ക് മൊത്തം എനിക്കാ. എന്റെ ചേച്ചിക്ക് എടുത്ത് കഴിക്കുന്നത് ഞാൻ കണ്ടേ ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഇന്നലെ കഴിച്ചായിരുന്നു. അമ്മാനെ മോഹം എങ്ങനെയുണ്ട് അമ്മാനെ? അമ്പാനെ കൊള്ളാം അമ്പാനെ. കേക്ക് എങ്ങനെയുണ്ട് ജോ? ഇഷ്ടമായോ? ഹാപ്പി ഹോളിഡേ. ശരിക്കും നമുക്ക് ഒരു ഇന്നൊക്കെ മുറിച്ചാൽ മതിയായിരുന്നു. 2 കേക്ക് ഒരു കേക്ക് ഇഷ്ടമല്ല. വെറുതെ കേക്ക് കളയാൻ ഫുഡ് ഐറ്റം അല്ല. അമ്പാനെ ഇറങ്ങിക്കോ തോട്ട് മതി. സാറൊക്കെ മെഹന്തി ഇട്ടല്ലേ? ഓ നൈസ്. ഓ സാറിന്റെ മെഹന്തി ആര് ഇട്ടത്? ട്രഡീഷണൽ ഡിസൈൻ ആണ്. ഇതാരെ മെഹന്തി ഇട്ടത്? അന്ന. ഇതാരാ? അന്ന. അന്ന. ഞാൻ എന്റെ മുഖം നോക്കട്ടെ. നീ നോക്കിക്കോ. കൂടുതൽ കളിക്കേണ്ട അമ്മ താഴോട്ട് ഇറങ്ങിക്കോ മതി. അമ്മാൻ മുഖം കഴുകട്ടെ. അമ്മ മോന്ന് കഴിയണ്ട. ചോക്ലേറ്റ് ഒക്കെ ആയിട്ട് പോയി. അവൻ ഇഷ്ടപ്പെട്ട കച്ചാമായണ്ടോ? 2 പാക്കറ്റ് തീർന്നു. അതായത് 2 പാക്കറ്റ് കഴിക്കാനുള്ള പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 പാക്കറ്റ് അവൻ ചുമ്മാ തുറന്നു വെച്ചു. ഏറ്റവും കൂടുതൽ എടുക്കുന്നവർക്ക് എടുക്കാന്ന് പറഞ്ഞു. ഇത്ര സെക്കൻഡ് സമയം കണ്ടു കൊടുത്തു. ഒരു കൊച്ചു 8 മുട്ടായി എന്തോ എടുത്തു. നീ അവിടെ ഗെയിം ഉണ്ടാക്കിയാ? നീ പോയി എടുത്തോ? ഞാൻ ഫസ്റ്റ് ബ്രേക്കിന് ക്ലാസ് പോയി നിനക്ക് മുട്ടായി കിട്ടിയാ? എത്ര എണ്ണം കിട്ടി? കുറെ കിട്ടി. ശരിക്കും ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അവൻ പറയും ഇതൊക്കെ അല്ലല്ലോ ഒരു എൻജോയ്. ഇനിയെല്ലാം കഴിഞ്ഞ് ഇനി അമ്മ എന്നാ എനിക്ക് തോന്നി ഇത് മതി ഇനി അമ്മയുടെ കണ്ടോ അവള് ഷുഗർ എന്ന് പറഞ്ഞ കണ്ടോ അവള് അവ പറഞ്ഞു ഇത് മതി ഇനി ഇത്ര കൂടി ഉള്ളത്. ഓക്കെ ജോ അടുത്തോ. Come a little closer, I wanna dance with you. Everything's moving slower, I don't know what it is you do. I've been looking at you all night, trying to figure you out. I just wanna make you smile. Hold your hand in my hand, looking at the sunset. Man, you're looking good tonight. I wanna kiss you before the sun goes down. It's what you're doing, making me feel